തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഈ വിദ്യാലയങ്ങളിൽ മതപ്രാർത്ഥനകൾ ഒഴിവാക്കി സർവ്വമത പ്രാർത്ഥനകളിലേക്ക് വിദ്യാലയങ്ങൾ പൂർണ്ണമായും മാറണം എന്ന ഒരു നിർദ്ദേശം വിദ്യാഭ്യാസ മന്ത്രി വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്രതികരണങ്ങൾ തേടുന്നത്. രാഹുൽ ഈശ്വറിന് എന്താണ് പറയാനുള്ളത്? വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് 100% തെറ്റാണ്. എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ റൈറ്റ്സ് അനുസരിച്ച് പ്രാർത്ഥിക്കാനും ആർട്ടിക്കിൾ 25, 26 പ്രകാരം നടക്കുന്ന സ്കൂളുകളിൽ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും സ്കൂളുകളിൽ അവരവരുടേതായ പ്രാർത്ഥനകൾ ചൊല്ലാനുള്ള അവകാശമുണ്ട്. ഞാൻ പഠിച്ചത് ക്രൈസ്റ്റ് നഗറിലാണ്, എന്റെ മോൻ പഠിക്കുന്ന സെന്റ് തോമസിലാണ്, എന്റെ അമ്മ പഠിച്ച ക്രിസ്ത്യൻ കോളേജിലാണ്, എന്റെ മുത്തശ്ശി പഠിച്ചത് ബാലികാമഠത്തിലാണ്. ബ്രിട്ടീഷുകാരുടെ ക്രിസ്ത്യൻ സ്കൂളാണ്. ഇവരെല്ലാം ഞങ്ങളടക്കം എല്ലാവരും ക്രിസ്ത്യൻ പ്രാർത്ഥനകളടക്കം കണ്ടും കേട്ടും ഒക്കെ തന്നെയാണ് വളർന്നത്. അതുകൊണ്ട് യാതൊരു നഷ്ടവും ഉണ്ടായില്ല. 28(2) അങ്ങനെ ഒരു അധികാരം നൽകുന്നുണ്ട് എന്ന് വെച്ചിട്ട് മന്ത്രിക്ക് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൂടാ എന്നില്ലല്ലോ ശ്രീ രാഹുൽ ഈശ്വർ? തീർച്ചയായും മന്ത്രി ചർച്ചയ്ക്ക് വെക്കുന്നതോട് വളരെ ബഹുമാന പുരസ്സരം ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ മതങ്ങളെ പൊതുവെ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ വളരെ ബഹുമാന പുരസ്സരം എന്നൊരു മറുപടിയാണ്. അഥവാ ഏതെങ്കിലും സ്കൂളിൽ നിന്ന് അങ്ങനെ ഏതെങ്കിലും പ്രാർത്ഥന ഒഴിവാക്കിയാൽ തീർച്ചയായും ഞാൻ അടക്കമുള്ളവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് പോവുകയും അത് മൗലികമായ അവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയും അതിനെ കോടതികൾ നേരിടുകയും ചെയ്യും. ഇത് മനഃപൂർവ്വം മതങ്ങളെ ഇടിച്ചു താഴ്ത്താനുള്ള ഒരു ശ്രമമാണ്. മതങ്ങൾക്ക് തമ്മിൽ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളാണെന്ന് തോന്നിപ്പിക്കാനുള്ള ശ്രമമാണ്. ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രാർത്ഥന വന്നാൽ മനഃപൂർവ്വം കാണിക്കാൻ. ശ്രീ രാഹുൽ ഈശ്വർ, മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ന നിലയിലല്ല. നോക്കൂ, താങ്കൾ പറയുന്ന പോലെ ഏതെങ്കിലും ട്രസ്റ്റിന്റെയോ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ ഭാഗമായിട്ടുള്ള ഒരു സ്കൂൾ ആയിക്കോട്ടെ, പക്ഷേ അവിടെ പഠിക്കുന്നത് ആ മതത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മാത്രമല്ല, മറ്റ് മതങ്ങളിലെ വിദ്യാർത്ഥികളും അവിടെ എത്തുന്നു. അപ്പോൾ അതൊരു പൊതുവിടമായി മാറുന്നു. ആ പൊതുവിടത്തിൽ ഏതെങ്കിലും മതത്തിന്റെ ഒരു പ്രാർത്ഥന ഒരു കുട്ടി ഉൾക്കൊള്ളേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് ഒഴിവാക്കണം എന്ന ഒരു കാര്യം പറയുമ്പോൾ അതല്ലേ അത് തന്നെയാണ് ഇതിന്റെ തന്ത്രം. നോക്കൂ, താങ്കൾ വളരെ മനോഹരമായി പറഞ്ഞത് ഇതൊരു തന്ത്രമാണ്. അതായത് സെന്റ് തോമസ് സ്കൂൾ എന്ന് എന്റെ മോന്റെ സ്കൂൾ ഇരിക്കട്ടെ, എന്റെ സെന്റ് തോമസ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്റെ മോൻ പോകുന്നുണ്ട്, ഒരു പൊതുവിടാവുന്നില്ല. അതൊരു ക്രിസ്ത്യൻ വിദ്യാലയം തന്നെയാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ എന്റെ മോനെ ഇവിടെ വിടുന്നത്. അല്ലെങ്കിൽ ഇതേപോലെ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ സ്കൂളുകളുണ്ട്. ഇതിൽ പൊതു ഇടം എന്നൊരു കാര്യമില്ല. പകരം ആർട്ടിക്കിൾ 25, 26 എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് തരുന്ന അവർക്ക് മൈനോറിറ്റി റൈറ്റ്സ് അടക്കമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷവും ഇവിടുത്തെ തീവ്ര വലതുപക്ഷവും പലപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവരുടെ ഈ അടിസ്ഥാന സ്വത്വത്തെ ഡയലൂട്ട് ചെയ്യാനാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഏതെങ്കിലും വിദ്യാലയത്തിൽ നിന്ന് മാറ്റിയാൽ അത് ഹൈക്കോടതിയിൽ നേരിടും. യാതൊരു സംശയവുമില്ലാതെ ഹൈക്കോടതി ഫസ്റ്റ് ഹിയറിംഗിൽ തന്നെ സ്റ്റേയും തരും. ഇത് തന്നെയാണ് അമ്പലങ്ങളുടെയും പള്ളികളുടെയും കാര്യത്തിൽ. ഓർക്കുക, അമ്പലങ്ങളും പള്ളികളും ഒന്നും പൊതുവിടങ്ങളല്ല. അതായത് ശബരിമല ഒരുപാട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വരുന്നുണ്ട്, അതുകൊണ്ട് ശബരിമല പൊതുവിടമല്ല. ഞാൻ വേളാങ്കണ്ണിയിൽ പോകാറുണ്ട്, ഞാൻ നമ്മുടെ തിരുവനന്തപുരത്ത് വെട്ടുകാട് പോകാറുണ്ട്, അതുകൊണ്ട് ഞാൻ ഹിന്ദുവാണ്. പക്ഷെ അതൊരു പൊതുവിടമല്ല. ഇതിനെ പൊതുവൽക്കരിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇടതുപക്ഷക്കാർ പണ്ട് മുതലേ നോക്കുന്നത്. ആർട്ടിക്കിൾ 25, 26 നൽകുന്ന പ്രൊട്ടക്ഷൻ എടുത്തു കളഞ്ഞ് ആർട്ടിക്കിൾ 14 മാത്രം അപ്ലൈ ചെയ്യിക്കാനുള്ള രീതിയാണ്. നേരെ തിരിച്ച് ഞാനൊരു ഹിന്ദുവാണ്, 99% ഹിന്ദുക്കൾക്ക് ഒരു ക്രിസ്ത്യൻ പ്രാർത്ഥന കേൾക്കുന്നതോ മുസ്ലിം പ്രാർത്ഥന കേൾക്കുന്നതിനോ യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. നേരെ തിരിച്ച് ഈ മതങ്ങൾക്കെല്ലാം ഭയങ്കര അസഹിഷ്ണുതയാണ് പലപ്പോഴും. താങ്കൾ തന്നെ ചോദിച്ച ചോദ്യത്തിൽ വിധേയരാക്കുന്നു കുട്ടികളെ എന്നൊക്കെ പറഞ്ഞു. യേശു ക്രിസ്തുവിന്റെ ഒരു നല്ല പ്രാർത്ഥന കേട്ടാൽ എന്റെ മോന് ഭാഗ്യമാണ്, അത് അനുഗ്രഹമാണ്. അല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ ഖുർആന്റെ ഒരു പ്രാർത്ഥന കേൾക്കുന്ന അനുഗ്രഹമായിട്ട് കാണുന്നവരാണ്. അല്ലെങ്കിൽ ഒരു ഹിന്ദു പ്രാർത്ഥന, സരസ്വതി വന്ദനമോ. എത്രയോ ക്രിസ്ത്യൻ സ്കൂളുകളിൽ സരസ്വതി വന്ദനം ഡാൻസിലൊക്കെ ആദ്യം തുടങ്ങാറുണ്ട്. അപ്പൊ ഞങ്ങൾ വിശ്വാസികളെ പരസ്പരം തമ്മിത്തല്ലിക്കാനും തെറ്റിക്കാനും വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ അസഹിഷ്ണുതയാണെന്ന് തോന്നിപ്പിക്കാനും അതിന്റെ ഭാഗമായി വിശ്വാസത്തെ എല്ലാം താക്കാനും വേണ്ടിയുള്ളൊരു ഇവരുടെ ശ്രമമാണ്. അത് വില പോകില്ല. അങ്ങനെ അത് കോടതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്യും. ഫസ്റ്റ് ഹിയറിംഗിൽ ഹൈക്കോടതി അതിന് സ്റ്റേ കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ എന്തായാലും ചോദ്യം ചെയ്യേണ്ട ശ്രീ രാഹുൽ ഈശ്വർ, മന്ത്രി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതേ ഉള്ളൂ, അതിൽ ചർച്ച നടക്കട്ടെ എന്നതാണ് മന്ത്രി പോലും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ ശക്തമായി എതിർക്കും, അതിനെ ശക്തമായി കോടതിയിൽ തന്നെ എതിർക്കും. ശരി, സമയവും കൂടി അവസാനിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇടപെട്ടത്.